അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നിങ്ങൾ അന്നം കഴിക്കുന്ന കൂട്ടത്തിലല്ലേ? നിങ്ങൾക്ക് ഈ വിലക്കയറ്റമൊന്നും ബാധകമാകുന്നില്ലേ? ഈ നാടിന്റെ വികാരം നിങ്ങൾ കാണുന്നില്ലേ? എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ച്. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയം എന്തുകൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല? ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. UDF സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭാരം ജനങ്ങൾ പേറണമെന്നാണ് സർക്കാർ പറയുന്നത്. അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല. അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഈ കാര്യത്തിൽ ഉയർത്തും. ഇപ്പോ വർദ്ധിച്ച വെള്ളക്കരം, അതുപോലെ തന്നെ വർദ്ധിച്ച ഭൂനികുതി, ഈ കാര്യങ്ങൾ നൽകാതിരിക്കുന്ന സമരമുറകൾ സ്വീകരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ചോദ്യം പണ്ട് ഇതേ പിണറായി വിജയൻ നടത്തിയ ഒരു ആഹ്വാനത്തെ കുറിച്ചായിരുന്നു. UDF സർക്കാർ നികുതികൾ ഉയർത്തിയപ്പോൾ ആരും നികുതി അടയ്ക്കാതെ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയതിനെ കുറിച്ചായിരുന്നു. അന്നത്തെ സാഹചര്യം ഇങ്ങനത്തെ അല്ലാലോ. അടിപൊളി. ശരി ശരി, ആ സാഹചര്യം നോക്കണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ല. അത് ശരിയാ, അത് ശരി. എല്ലാവരും ഇതുപോലെ ചിരിക്കൂ, സന്തോഷിക്കൂ. നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്ന് ആർക്കൊക്കെയോ പരാതി ഉണ്ടായിരുന്നല്ലോ. സന്തോഷമായില്ലേ? പിന്നെ നാണക്കെടുത്തി. അദ്ദേഹം ഇങ്ങനെ ചിരിയടക്കാൻ പാടുപെടുന്നത് കാണുന്നില്ലേ? എത്ര സന്തോഷവാനാണ് നമ്മുടെ ഭരണാധികാരി. നമുക്കും സന്തോഷിച്ചുകൂടെ? എന്തൊക്കെ കാരണങ്ങളുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പെട്രോൾ ഡീസൽ വില കൂടുന്നു, വെള്ളക്കരം കുത്തനെ കൂടിക്കഴിഞ്ഞു, വൈദ്യുതി ചാർജും കൂട്ടിയിട്ടുണ്ട്. ഇത് വലിയ കുരിശായല്ലോ. അവയുടെ കുരിശ് തന്നെയാ. സന്തോഷിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു മനുഷ്യരെ? ഇതാണ് നമ്മുടെ നാടിന്റെ പ്രതികരണം. നമ്മൾ സാധാരണക്കാരനെ ഞെക്കിപ്പിഴിയെന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ സാധനത്തിന് വിലക്കുറവില്ലാത്തത്? എന്താ ഇല്ലാത്തത്? സാധാരണ ജീവിതം കഷ്ടപ്പാടാൻ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആളുകളെ ഉപദ്രവിക്കാനല്ല, ആളുകൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി. ഈ ഒരു കോപം പറയണ്ടാ, ദൈവനെ കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16. നമ്മളെല്ലാം ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഇതേതെങ്കിലും ഒരു രണ്ടു ഭാഗത്ത് നിന്ന് തർക്കിക്കേണ്ട കാര്യമല്ല. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്ന ചില നടപടികൾ, ആ നടപടികൾക്ക് നമ്മൾ നിർബന്ധമാകുകയാണെന്ന് കണ്ടാൽ ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ.